നമസ്കാരം. അങ്ങനെ മലപ്പുറം വണ്ടൂരിൽ പറഞ്ഞ പോലെ തന്നെ 16 അടിയന്തരം നടന്നു. BJP-യുടെ 16 അടിയന്തരം 16-ാം തീയതി. അങ്ങനെയാണെങ്കിൽ പോലും അവിടുത്തെ കുലംകുത്തിക്ക് കൂട്ടാളികളായിട്ട് 58 പേരുണ്ട്. 58 പേര് കയറി കുത്തിയിട്ടുണ്ട്. ഞാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസ് പാർട്ടിയിലോ RSPയിലോ PSPയിലോ കേരള കോൺഗ്രസിലോ മുസ്ലിം ലീഗിലോ BJPയിലോ ഒന്നും മെമ്പറല്ല. പക്ഷെ BJPയുടെ തോൽവി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടോ കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല. ഞാൻ BJPക്ക് എതിരാണ്. കാരണം അവരെല്ലാ ഇലക്ഷനും ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എല്ലാ ഇലക്ഷനും അവർ പറയുന്നൊരു കാര്യമുണ്ട്, അയ്യപ്പനൊരു വോട്ട്, അയ്യപ്പനൊരു വോട്ട്. അതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനത് തുറന്നു പറയുകയാണ്. അള്ളാഹുവിനൊരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. തെറ്റല്ലേ അത് ചെയ്യുന്നത്? അതേതെങ്കിലും ഒരു പ്രശസ്തനായിട്ടൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു നേതാവാണോ, അല്ല ഏതെങ്കിലും രീതിയിലുള്ള തരംഗം സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു സൂപ്പർ പേഴ്സണാലിറ്റി, ഒരു സെലിബ്രിറ്റി, അങ്ങനെ വല്ലതും ആണോ? അയ്യപ്പനൊരു വോട്ട്, യഹോവയ്ക്കൊരു വോട്ട്, ക്രിസ്തുവിനൊരു വോട്ട്, ഇങ്ങനെയൊക്കെ വോട്ട് ചോദിക്കാൻ പാടുണ്ടോ? കാലങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നു വരുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാണ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാണ്. ബാക്കിയെല്ലാം അതിൻ്റെ പുറകിലേ ഉള്ളൂ. ഈ 3 എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെ പുറകിലേ ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള പരമപുരുഷ സങ്കല്പവുമുണ്ട്. ക്രിസ്ത്യാനിക്കാണ് യഹോവ, ഇസ്ലാമിൽ അത്, മുസ്ലിങ്ങൾക്കാണെങ്കിൽ അത് പരമകാരുണ്യനായിട്ടുള്ള അള്ളാഹു. ഇതുപോലെ ഇവിടെ ഹിന്ദുക്കൾക്ക് പല ദൈവങ്ങളും അവർക്കുമുണ്ട്. ഇന്നലെ കയറി വന്ന് മുളച്ച തകര വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഇതിലുള്ള ഈ ഈശ്വര സങ്കല്പങ്ങളെ മനുഷ്യ മനസ്സിൽ കയറി കുടിയിരിക്കുന്ന ഇത്തരം ദൈവസങ്കല്പങ്ങളെ പ്രതിയാക്കിയിട്ട് വോട്ട് ചോദിക്കുന്നത് തെറ്റല്ലേ? BJPയോടുള്ളൊരു പ്രശ്നം അതാണ്. ബാക്കി ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വീക്ഷണ കോണുണ്ടായിരിക്കും. ഹിന്ദു ദേശീയതയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. പശുവിറച്ചി പാടില്ല, ഗോവധം പാടില്ല, ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം, എന്തായാലും ആയിക്കോട്ടെ. അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോ, അതായിക്കോട്ടെ. പക്ഷേ ഈ മതസ്പർദ്ധ വളർത്തിയിട്ട് ഒരു മതത്തിൻ്റെ വക്താവായിട്ട് നിൽക്കുകയും മറ്റുള്ള മതങ്ങളെ അവഹേളിക്കുകയും ഈ മതത്തിൻ്റെ കാലാകാലാകാലങ്ങളായിട്ട്, അത് 100 വർഷം 200 വർഷം 1000 വർഷമല്ല, അതിനപ്പുറവും കാലങ്ങളായിട്ട് അവർ കൊണ്ടാടുന്ന ദൈവസങ്കല്പങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദൈവപടങ്ങൾ കാണിച്ചുകൊണ്ട് വോട്ട് വാങ്ങിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ നിശ്ചിതമായിട്ട് എതിർക്കേണ്ടത് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഒരു അടി പോലും അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? അയ്യപ്പൻ്റെ ഫോട്ടോ ഇല്ലാത്ത ഹിന്ദു ഭവനങ്ങളുണ്ടോ? അയ്യപ്പനെ ആരാധിക്കാത്ത ഹിന്ദുക്കളുണ്ടോ? അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവും, നിരീശ്വരവാദികളുണ്ടാവും. അല്ലാത്ത എല്ലാവരും ആരും അയ്യപ്പനെ അവഹേളിക്കുന്നില്ല. അമ്പലത്തിലെ പ്രശ്നം വന്ന സമയത്ത് പുറത്തിറങ്ങാൻ ഉള്ള ആഹ്വാനം കേട്ടുകൊണ്ട് ഹിന്ദു നേതാക്കളുടെയും BJPക്കാരുടെയും അവിടെ ഇറങ്ങിയിരുന്ന ആൾക്കാർ എത്രയായിരുന്നു? പക്ഷെ വോട്ടിൻ്റെ കാര്യം ചോദിച്ചു വന്നപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ ഇവിടെ നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോൾ കൊട്ടിഘോഷിക്കുകയാണ്. വലിയ വമ്പം വിജയം കിട്ടിയ പോലെ ഇവിടെ LDF ആണ് ജയിച്ചത്, എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ആയതുകൊണ്ട് തന്നെ, പിന്നെ മത്സരിക്കുന്ന എല്ലാവരും മത്സരിക്കട്ടെ. എവിടേക്ക് എന്താ മത്സരിച്ച് ഞാൻ തൃശ്ശൂർ താമസിക്കുമ്പോൾ അവിടെ ഒരു പിള്ളച്ചേട്ടനുണ്ട്. അദ്ദേഹം എല്ലാ പത്രങ്ങളെടുത്തിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നവർ എന്നിട്ട് അങ്ങനെ എഴുതി വയ്ക്കും. ആ നായർ എന്നുള്ളത് ഹിന്ദു എന്നുള്ളത് അങ്ങനെ ടിക്ക് ചെയ്ത് വയ്ക്കും.
ഒരു വലിയ കുറേ പേപ്പറുകൾ എന്നിട്ടാണ് പിന്നെ മത്സരം വരുമ്പോൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. ഞാനിതിൻ്റെ ആളൊന്നുമില്ല, ഞാനത് ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഇത്തവണ ഇവിടെയുള്ള ഈ രീതിയിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന, ദൈവം കളി നടത്തുന്ന BJPക്കാർ മറ്റൊരു കളി കൂടി നടത്തി. ഒരു സമുദായത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, തുറന്നു പറയുകയാണ്, നിങ്ങൾക്കും അറിയാം, മുസ്ലിം സമുദായത്തെ എങ്ങനെയൊക്കെ അവഹേളിക്കാമോ, എങ്ങനെയൊക്കെ അപമാനിക്കാമോ, എങ്ങനെയൊക്കെ ചവിട്ടി അരയ്ക്കാമോ, അതൊക്കെ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് അതിനകത്ത് നിന്ന് തന്നെ ചില കുലം കുത്തികളെ കണ്ടെത്തുകയും ചെയ്യുക. ആ ഒരു പ്രവണത ഇത്തവണ വളരെ മാരകമായിട്ടുണ്ടായി. പല സ്ഥലങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും പല സ്ഥലങ്ങളിലും BJPക്ക് വേണ്ടി മത്സരിക്കാൻ രംഗത്തിറങ്ങി. എന്താണ് അവർ ഉദ്ദേശിച്ചത്? BJPക്ക് BJPയുടെ നയ പരിപാടികളുണ്ട്, നമ്മൾ കണ്ടതാണ്. പൗരത്വ ബില്ല് വന്നപ്പോൾ കണ്ടതാണ്. ആൻറ്റി ഇസ്ലാം, അതാണ് അവരുടെ നയ പരിപാടി. അവരുടെ തലതൊട്ടപ്പനായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കർ, മാധവ സദാശിവ ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെട്ടിക്കളയാൻ പറ്റില്ല. നമ്മുടെ പ്രഥമ ശത്രു മുസ്ലിമാണെന്ന്. ഇത്രയ്ക്ക് ആയിട്ട് പോലും എന്തിനാണ് അവർ BJPയിൽ മത്സരിക്കുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ വീടിൻ്റെ ചുറ്റും അവരുടെ പടം ഒന്ന് വരിക, അതിനേക്കാൾ നല്ല പരിപാടി എല്ലാം അടിച്ചിട്ടിട്ടങ്ങോട്ട് ഓടിയാൽ മതി. ആ നാട്ടില് ആരും മറക്കില്ല പിന്നെ. ഇതിനേക്കാൾ ഭേദം അതാണ്. സ്ട്രീക്കിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ത് ചെയ്തിട്ട് 10 ആൾ അറിയുന്നില്ല, പിന്നെ എന്താ ചെയ്യുക? എല്ലാം അഴിച്ചിട്ട് അങ്ങോട്ട് ഓടുക, 2 വട്ടം അങ്ങോട്ട് ടേക്കൻ അപ്പ് ആൻഡ് ഡൗൺ. അപ്പം എല്ലാവരും അറിയും. ഇതിനേക്കാൾ ഭേദം അതാണ്. സ്വസമുദായത്തിന് കാലുവെട്ടി ചോര കുടിക്കുന്ന പരിപാടി, സ്വസമുദായത്തെ ഒറ്റിക്കൊടുക്കുക, കുലം കുത്തികളായിട്ട് തീരുക. അതിനേക്കാൾ നല്ലത് ഈ പരിപാടിയല്ലേ നല്ലത്? പടം വരണം. ഞങ്ങളുടെ ഇവിടെ 2-3 ടൈംസിന് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ, അന്ന് ഞാൻ തൃശ്ശൂരുണ്ട്, എൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള എൻ്റെ ഗ്രാമത്തിലുണ്ട്. അവിടെ ഒരുത്തൻ വേണു എന്നാ പേര്. അന്ന് BJP കാൻഡിഡേറ്റ് പറഞ്ഞ ഒന്നുമല്ല, നീ BJP കാൻഡിഡേറ്റ് നിൽക്കണം പറയും, ഇത്രയേ ഉള്ളൂ. അന്ന് അങ്ങനെ ആരും നിൽക്കില്ല, ഒന്നും വോട്ടും കിട്ടില്ല. ഇങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് പെൻഷൻ പറ്റിയ ആളാണ്. അയാളുടെ കയ്യിലുള്ള കുറച്ച് പൈസയും മറ്റുള്ളവരുടെ പൈസയും വെച്ച് കുറേ നോട്ടീസ് അച്ചടിച്ചു. ഈ നോട്ടീസിൽ അയാളുടെ പേര് പോലും മൈക്രോസ്കോപ്പ് വെച്ചാണ് നോക്കാൻ. എന്നിട്ട് അതെല്ലായിടത്തും കൊണ്ട് രാപ്പകൽ അയാളുടെ ആൺമക്കൾ 3 എല്ലാവരും കൊണ്ടങ്ങോട്ട് ഒട്ടിച്ചു. പിന്നെ അയാൾ വർക്കിനൊന്നും വന്നില്ല. അപ്പം എല്ലാവരും വിളിച്ചു വന്നു, എന്താ വേണോട്ടേക്ക് കാണിക്കണേ? വേണോട്ടനല്ലേ സ്ഥാനാർത്ഥി, എന്താ വിളിച്ചിട്ട് വരാത്തെ? അയാൾ പച്ചയ്ക്ക് പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ പടം എല്ലായിടത്തും മരണമുണ്ടായിരുന്നു, അത് വന്നു. ഇനി നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുക, തോൽക്കുക ജയിക്കുക, എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ പടം അവിടെ ഇങ്ങനെ വരണം. അതിൽ വിട്ട് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ്, എന്ത് ഉദ്ദേശ്യം വെച്ചിട്ടാണ് ഇവർ മത്സരിച്ചത്? സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി സ്വസമുദായത്തെ ഒറ്റിക്കൊടുക്കുകയല്ലേ വാസ്തവത്തിൽ അവർ ചെയ്തത്. എന്നിട്ട് അവസാനം കിട്ടിയത് എന്താണ്? വലിയൊരു വട്ടി നിറച്ച് തലയിലും ചുവന്നുകൊണ്ട് കിടക്കാം. തോൽവി, നാണം കെട്ട തോൽവി, 58 വോട്ട്. കൃത്യമായിട്ട് പറയാ, അവിടുത്തെ ഹിന്ദുത്വവാദികൾ പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം. വലിയ തറവാടിയാണെന്നൊക്കെയാണ് നമ്മുടെ ആ വാക്ക്, എനിക്ക് പറയാൻ ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾ അറിയണില്ല ആ വാക്ക് പറയണം. നമ്മുടെ മലം മാടൻ എരപ്പാളി പറഞ്ഞ് വലിയ തറവാടിയാണ്, ആനയുണ്ടായിരുന്നു, വീട്ടിലാരോ ഹൈക്കമ്മീഷണറായിരുന്നു, ദിവാനായിരുന്നു ഒക്കെയും പറഞ്ഞിട്ടൊക്കെയാണ് കയറ്റി കൊടുത്തത്. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ 58 വോട്ടാണോ കിട്ടേണ്ടത് തറവാടിക്ക്? തറവാടി, അതാണ് 58 വോട്ട്. ഏതായാലും നിന്നത് നന്നായി. കുലംകുത്തികൾക്ക് അതത് ദേശക്കാര് എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചു കാണിക്കാൻ ഇങ്ങനെയുള്ള ചില കുലംകുത്തികൾ അവിടെ നിന്നാലല്ലേ പറ്റുള്ളൂ. അല്ലെ, വണ്ടൂരിൽ നിന്നു, വണ്ടൂരുകാർക്ക് സന്തോഷമായി. ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയണ്ടേ എന്നവർ കാണിച്ചു കൊടുത്തു. അത് മറ്റുള്ളവർക്ക് മാതൃകയുമായി. 58 വോട്ട് പണ്ടാരടങ്ങി. 16-ാം തീയതി 16 സത്യം, 16 കൂട്ടി, അതിനെ സംഭവം.
എന്നോട് അവിടുത്തെ കുറേ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട് അവിടെ 16 സദ്യ നടത്തുന്നു. പക്ഷെ 16 സദ്യ നടത്താൻ പറ്റില്ല, അവിടെ മറ്റേ കൊറോണ പ്രശ്നങ്ങളാണ്. എന്നാലും സ്വാമി ഞങ്ങൾ പായസം ഉണ്ടാക്കി വീടുകളിൽ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, നല്ല കാര്യം. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി. മറ്റൊരു മഹാകുലംകുത്തി നാറാത്ത് പഞ്ചായത്തിൽ, കണ്ണൂരാണ്, നാറാത്ത് പഞ്ചായത്തിൽ 17ാം വാർഡിലാണ് മത്സരിച്ചത്. NDA അതായത് BJPയുടെ ആളായിട്ട് മത്സരിച്ചു. ഇവിടെ പേര് AP ഷറഫുദ്ദീൻ കുലംകുത്തി. അയാൾക്ക് കിട്ടിയത് 20 വോട്ട്. നമ്മൾ സ്കൂളിൽ ക്ലാസ് ലീഡറാവാൻ വേണ്ടി മത്സരം നടത്തും. ആ ക്ലാസ് ലീഡറാവാൻ വേണ്ടി മത്സരം നടത്തുമ്പോൾ തന്നെ 20 വോട്ട് 25 വോട്ടൊക്കെ ഓരോരുത്തരും കിട്ടും. ഒരു ക്ലാസ്സിൽ 50-60 കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് പോലും കിട്ടി ഈ പറഞ്ഞോടെ 20 വോട്ട്. ഇയാൾക്കവിടെ കിട്ടിയത് 20 വോട്ടാണ് കിട്ടിയത്, നാറാത്ത് കിട്ടിയത്. ആരാളെന്നറിയണ്ടേ? ദേശീയ മുസ്ലിം ഊളക്കുട്ടിയുടെ അഞ്ചൻ. ഇവിടെയുള്ള ഇടത് വലത് പ്രസ്ഥാനത്തിൻ്റെ നശിച്ച ഭരണം എന്തെങ്കിലും അതിൻ്റെ രംഗത്തിറങ്ങിയത്. 20 വോട്ട് കിട്ടി, വലിയ കാര്യമാണ്. 20 വോട്ട് കിട്ടിയെന്ന് വലിയ കാര്യം. ഇവിടെ 58 കിട്ടിയെന്ന് വലിയ കാര്യം തന്നെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തിലുള്ള പ്രശ്നത്തിലൂടെ അധികരിച്ച് ഞാൻ പറയുന്നത്, ഇവിടെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. എരപ്പാളിയുടെ ചാനൽ പറഞ്ഞു LDF ജയിച്ചിട്ടില്ല എന്ന്, BJP ജയിച്ചത്ര. അത് പിന്നെ ആ എരപ്പാളി തറകൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ആരായണം. വലുതായിട്ടൊന്നും ആരായേണ്ട ആവശ്യമില്ല. ഇതിന് കമ്പ്യൂട്ടറൊക്കെ വെച്ച് അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ വ്യവസ്ഥിതിയും ഇവിടുത്തെ വോട്ടിൻ്റെ കണ്ടീഷനും നാസയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അതിനൊന്നും ആവശ്യമൊന്നുമില്ല. പണ്ട് ഇന്ത്യ ഒളിമ്പിക്സിന് മത്സരിക്കാൻ പോയിട്ട് കൊട്ടക്കണക്കിന് ഗോളും കൊണ്ട് തിരിച്ചു വന്നു. ഒളിമ്പിക്സ് ജേതാക്കളാണ് പണ്ട്, ധ്യാൻചന്ദൊക്കെയുള്ള സമയത്ത്. അന്നിവിടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണ്, എന്താണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെ സെൻറ്റർ ഹാഫ്, സെൻറ്റർ ഫോർവേഡ്, ബാക്ക് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ്, തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെയും വലിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോച്ച് അദ്ദേഹം പത്രസമ്മേളനത്തിലുണ്ട്. അദ്ദേഹം വന്നിട്ട് കൈ വെച്ചിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്ത്യ തോൽക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, അവന് അടിച്ചതൊക്കെ നമ്മുടെ പോസ്റ്റിൻ്റെ അകത്തേക്ക് വന്ന് കയറി. നമ്മൾ അടിച്ചതൊക്കെ പോസ്റ്റിൻ്റെ ഇരുവശങ്ങളുടെയും മേലേക്കും പോയി. അതാണ് ഇന്ത്യ തോൽക്കാൻ കാരണം. അതോടെ പത്രസമ്മേളനം അവസാനിച്ചു. ഇതുപോലെ ഒന്നുമല്ലാതിരുന്ന BJP 1, 2, 3, 4, 5, 6 ഇങ്ങനെയുള്ള എണ്ണങ്ങളുണ്ടായിരുന്ന പാർലമെന്റ് MP-മാർ എന്നവർ ഭരിക്കുകയാണ്. രണ്ടാമത്തെ ടൈംസിൽ ഭരിക്കുകയാണ്. ഒരിക്കൽ വാജ്പേയിയും ഭരിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽക്ക് BJPക്ക് അധികാരം കിട്ടുന്നവർ ഒരു ചെറിയൊരു കാലയളവിൽ ജനതാ പാർട്ടിയും. ആ കാലഘട്ടം മുഴുവൻ ഇന്ത്യ ഭരിച്ചതാരെ കോൺഗ്രസ്സുകാർ. ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴല്ലേ ഈ BJPയുടെ വളർച്ച ഇവിടെ ഉണ്ടായത്. അവർ ശ്രദ്ധിച്ചില്ല എന്ന് സാരം. അവർ ന്യൂനപക്ഷക്കാരുടെ ഇടയ്ക്ക് ഭൂരിപക്ഷക്കാരുടെ ഇറക്കി അങ്ങനെ കളിച്ചു. കോൺഗ്രസിനൊരു ബദലപടി ഉണ്ടാവാനുള്ള ഒരു കാരണവും അവർ കണ്ടില്ല. അങ്ങനെ ഒരു സങ്കല്പം അവർ വെച്ച് പുലർത്തിയില്ല. ഭരണഘടന പോലും ഏകകക്ഷി ഭരണമല്ലാതെ ദ്വികക്ഷി ത്രികക്ഷി ഭരണത്തെക്കുറിച്ചുള്ള സങ്കല്പം വെച്ചുകൊണ്ടല്ല ഭരണഘടന വരെ എഴുതി വെച്ചിട്ടുള്ളത്. അവസാനം എന്തായി? ജനങ്ങളോട് ചോദിക്കാനും പറയാനും ആരുമില്ല. ആ സമയത്തുണ്ടാകുന്നതാണ് അരാജകത്വം. ഈ സമയത്താണ് അവരറിയാതെ അവരെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്ന് പോയിട്ട് അവസാനം എന്തായി? കോൺഗ്രസ് നിലം പരിശായ അവസ്ഥയാണ്. ഇപ്പോൾ പതുക്കെ ഉയർത്തെഴുന്നിട്ട് അവിടെ ഇവിടെ വരുന്നുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അവർ നിലം പരിശായപ്പോൾ ഇവിടെ വളർന്നു വന്നതാരാണ്? സംഘപരിവാറും അതിൻ്റെ രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള BJP. കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏതൊരു വിഷയം വരുമ്പോഴും കോൺഗ്രസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മറുപടി എന്താണ്? ശബരിമല കാര്യത്തിൽ എന്താ നിങ്ങളുടെ പരിപാടി? ഇതാണ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. പറയില്ല, തുറന്ന് പറയില്ല. എന്താ കാരണം? ആറ്റിറ്റ്യൂഡില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളില്ല. ഇങ്ങനെ ഇരിക്കും. അധികാരം കിട്ടിയാൽ ഉടനെ ഇറങ്ങി കതറിട്ട് ഇറങ്ങി, അധികാരം പോയാൽ വീട്ടിലിരിക്കും, നമുക്ക് എന്ന രീതിയിലുള്ളൊരു നിസ്സംഗത്വം അവർ വന്ന് കയറി.
അവരുടെ ചെറുപ്പക്കാർക്ക് ഇത് അവർ എഗൻസ്റ്റായി. അവർക്ക് അവർക്ക് കാലാകാലങ്ങളായിട്ട് അവർക്ക് കിട്ടിയിരുന്ന പാരമ്പര്യമായിട്ട് അവരുടെ പെട്ടിയിൽ വന്ന് വീണിരുന്ന ചില വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ വോട്ടുകളാണ് ഒന്ന് ആൻറ്റി മുസ്ലിം ആൻറ്റി ക്രിസ്ത്യൻ വോട്ടുകൾ, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടമില്ലാത്തൊരു കൂട്ടം ആൾക്കാർ, പ്രത്യേകിച്ച് മറ്റേ ക്രിസ്ത്യാനികൾ, തെക്കൻ നായന്മാർ, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തിരുന്നത്. ആ വോട്ട് എവിടെ ചെയ്യുക? കോൺഗ്രസ്സിന് ചെയ്യും. ആ വോട്ട് കോൺഗ്രസ്സിന് ചെയ്യും. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ആണും പെണ്ണും കെട്ട രീതിയിൽ ക്ലീബതയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥകൾ കാണിക്കാൻ തുടങ്ങി. മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് പിൻവലിക്കേണ്ടതിന് മുൻപിൽ ഒരു മണിക്കൂർ മുമ്പായിരിക്കും പിൻവലിക്കുക ആൾക്കാർ. കാരണം അത്രയും കാൻഡിഡേറ്റുകളാണ്, വിമതന്മാർ, പറഞ്ഞു നിർത്താൻ കഴിയുന്നില്ല, ശക്തികളുടെ നേതൃത്വമില്ല. എന്തുണ്ടായി? അവർക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന ആൻറ്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ അതിപ്പോൾ RSന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇന്നിവിടെ മറ്റേ BJPക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ബി ജെ പി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ കോൺഗ്രസ്സുകാർ. ദേശീയ ലെവലിൽ ആരായിരുന്നു? കോൺഗ്രസ്സുകാർ. കേരളത്തിൽ ഇന്നിപ്പോൾ എവിടെയെങ്കിലും BJPക്ക് അവർക്ക് അവരുടെ ലെവലിൽ നിന്ന് സന്തോഷിക്കാം. ചെറുതായിട്ട് അവിടെ ഇവിടെ വീണ് കിട്ടിയിട്ടുണ്ട്, മറ്റും ഒക്കെയായിട്ട് വീണ് കിട്ടിയിട്ട്, കഷ്ടമായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതിൻ്റെ കാരണം എന്താണ്? ഇതേ കോൺഗ്രസ്സുകാരാണ്. അവരുടെ നോട്ടക്കുറവ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടിയാൽ ഭരിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എനിക്കും ഭരിക്കാം. അവിടെ വരുന്ന ചുറ്റും ആൾക്കാരുണ്ട്, അത്യാവശ്യം വിവരം വേണമെന്നേ ഉള്ളൂ, ആർക്കും ഭരിക്കാം. ഞാനൊക്കെയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഭരിക്കും, രണ്ടാഴ്ചയെങ്കിലും ഭരിക്കും, അത് പോലും അത് വേറെ കാര്യം. രാഷ്ട്രീയത്തെക്കുറിച്ചോ രാഷ്ട്രത്തെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള വകതിരിവും ഇല്ലായ്മയുടെ ലക്ഷണമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കാണിക്കുന്നത്. ഉമ്മൻചാണ്ടി കുറച്ചും കൂടി ഒരു ജനകീയനായിട്ട്, പക്ഷെ അദ്ദേഹവും ഒരു വലയത്തിനകത്താണ്, ക്രിസ്ത്യൻ വലയത്തിനകത്താണ് കിടക്കുന്നത്. കോൺഗ്രസ് മൊത്തം അങ്ങനെയാണ്. അപ്പം അതിൽ നീരസം വന്ന് ഭവിച്ച് ഹിന്ദുക്കളടക്കമുള്ള ആളുകൾ അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചാൽ വോട്ട് ചെയ്യില്ല അവർ, കോൺഗ്രസ് അതിനെ വോട്ട് ചെയ്യുള്ളൂ. അത് ഗാന്ധിജി അന്നുണ്ടാക്കിയ പരിവേഷത്തിൻ്റെ ബാക്കിയാണ്. എന്തോ ആകട്ടെ, മന്നത്ത് പത്മനാഭനും അങ്ങനെയാണല്ലോ ആഹ്വാനം ചെയ്തത്. ഏതായാലും അതിപ്പോൾ വലിയൊരു പ്രവാഹമായിട്ട് മാറിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള വോട്ട് കൊണ്ടിടാൻ പറ്റിയ സ്ഥലമല്ല കോൺഗ്രസ് എന്ന് മനസ്സിലായി. മാത്രമല്ല പലപ്പോഴും കോൺഗ്രസ് RSകാരെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണടിച്ച് കാണിക്കുന്നുണ്ട്. തേക്കിൻകാട്ടിൽ വേശ്യാസ്ത്രീകൾ നിൽക്കണ പോലെ ആണുങ്ങൾ പോണ സമയത്ത് എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കും, അവർ നീയും കാണിക്കും, വശീകരിക്കും എന്നർത്ഥം. ആ രീതിയിലുള്ള വശീകരണ പ്രക്രിയ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. RSS ആയിട്ട് ചെറിയൊരു അന്തർധാര സജീവമാണെന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നഷ്ടമാർക്കാണ് സംഭവിച്ചത്, ലാഭമാർക്കാണ് സംഭവിച്ചത്. ഇവിടെ കോൺഗ്രസ് അവരറിയാതെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള അബദ്ധങ്ങളുടെ പരമ്പര, അതിൽ നിന്ന് നേട്ടം കൊയ്ത് RSSന് ചെറിയൊരു വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ, BJPയിൽ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ നാടിൻ്റെ പരാജയമായിരിക്കും. ആ പരാജയത്തിന് ഉത്തരവാദി കോൺഗ്രസ് ആയിരിക്കും സാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഇലക്ഷൻ, ഇതിന് മുമ്പിലത്തെ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ, എനിക്ക് ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ് ഭരിച്ചോട്ടെ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചോട്ടെ. പക്ഷേ മതത്തിൻ്റെ പേരും പറഞ്ഞ് ദൈവങ്ങളുടെ പടവും കാണിച്ച് അതിവൈകൃതമായിരുന്ന രീതിയിൽ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന BJP, കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കിട്ടി, അടുത്ത പ്രാവശ്യം അതും കൂടി കിട്ടരുതെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ. അത് BJP എന്ന് പറഞ്ഞാൽ 3 അക്ഷരത്തുള്ള വൈരാഗ്യം, അത് ആൽഫബറ്റ് അക്ഷരത്തിൽ പെട്ടതാണ്. അതിനുള്ള ആൾക്കാർ പെരുമാറുന്ന രീതി, സനാതന ധർമ്മ മൂല്യങ്ങളെ കൊടിയടയാളാക്കിയിട്ട് കൊണ്ടു നടക്കണവർ. അപ്പോൾ അവർ പരാജയപ്പെട്ടേ മതിയാകും. ഏതായാലും ഈ പുതിയ പരീക്ഷണം മുസ്ലിം സ്ത്രീകളെയും മുസ്ലിം പുരുഷന്മാരെയും പ്രലോഭിപ്പിച്ച്
നിങ്ങൾ വിജയിക്കും ഹേ, അന്തർധാര സജീവമാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞിട്ട് അവരെ കൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ട് നിർത്തിയിട്ട് എന്ത് ഫലം എന്നിപ്പോൾ ബി ജെ പിക്കാർ കേട്ടു. ഇനി ആ ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കാൻ അവർ തയ്യാറാവില്ല. 58 വോട്ടും 20 വോട്ടൊക്കെയല്ലേ കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എന്തോ ഏതായാലും 16 അടിയന്തരം നടത്തുക. ഏതായാലും പായസമെങ്കിൽ പായസം വിട്ടുകളയരുത് കേട്ടോ, മറക്കരുത്. നമസ്കാരം.